തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ നിശ്ചയിച്ചതോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിനായിരിക്കും വടകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതോടെ വടകരയിൽ അനായാസ വിജയം നേടാമെന്ന LDFന്റെ മോഹത്തിനാണ് മങ്ങലേറ്റിരിക്കുന്നത്. ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ LDFന് പണി കിട്ടിയിരിക്കുകയാണ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. കോൺഗ്രസിന് പിന്തുണയുമായി RMP കൂടി എത്തിയതോടെ വടകരയിൽ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ശക്തമായ ജനപിന്തുണയുള്ള കെ മുരളീധരൻ വടകരയിൽ മത്സരത്തിനിറങ്ങുന്നതോടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. അതോടെ ഇത്തവണത്തെ വടകരയിലെ ഈ തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുവാനും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകളാണ് വരുന്നത്. CPMനും P ജയരാജനുമെതിരെയുള്ള രാഷ്ട്രീയ കൊലപാതക കേസുകളും ജയരാജന്റെ വിജയ സാധ്യതയ്ക്ക് വെല്ലുവിളിയാണ്. ഇവയെല്ലാം തന്നെ കെ മുരളീധരന് വടകരയിൽ വിജയിക്കാനുള്ള അനുകൂല ഘടകങ്ങളാണ്. വടകരയിൽ എതിരാളിയായി ആര് വന്നാലും ഭയപ്പെടില്ല എന്ന നിലപാടെടുത്ത LDFന് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ ആഘാതം തന്നെയാണ്. മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വടകരയിലാകും ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. കാരണം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ജനപ്രിയ നേതാവായ കെ മുരളീധരനും LDFിലെ കരുത്തനായ നേതാവായ P ജയരാജനും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷിയാകുന്നത്. ഏതായാലും അപ്രതീക്ഷിതമായ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം LDFിൽ വലിയ ഞെട്ടലുണ്ടാക്കി എന്നത് സത്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും BJPയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്ന സാഹചര്യത്തിൽ P ജയരാജനെ വെച്ച് അനായാസ വിജയം നേടാമെന്ന പ്രതീക്ഷയിലായിരുന്നു LDF. എന്നാൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ തന്നെ മത്സരത്തിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ചുരുക്കത്തിൽ കോൺഗ്രസിലെയും CPMലെയും ശക്തരായ ഇരു നേതാക്കളും തമ്മിലുള്ള മത്സരം ഇത്തവണത്തെ വടകര തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യതയും ഏറെയാണ്.